കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592139616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592139616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ നോക്കാൻ പോകുന്നത് BA ഹിസ്റ്ററി ഹോണേഴ്സിലെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആയിട്ടുള്ള BHIC 102, അതായത് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യന്റ് വേൾഡ് എന്ന് പറയുന്ന പേപ്പറാണ്. സോ ഞാൻ ആതിര പരമേശ്വരൻ, ലേൺവൈസിലെ ഹിസ്റ്ററി വിഭാഗം മെന്റർ കം ഫാക്കൽറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു അനാലിസിസിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിലബസിൽ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊരു പാറ്റേണിലാണ് അല്ലെങ്കിൽ ഏതൊരു ട്രെൻഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പ്രീവിയസ് ഇയേഴ്സിലായിട്ട് കണ്ടുവന്നിട്ടുള്ളത് എന്നതിനേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു സമ്മറിയാണ്. സോ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് മുൻകാല ചോദ്യ പേപ്പറുകളാണ്. സോ അത് ഡിസംബർ 2021, അതേപോലെ തന്നെ ജൂൺ 2022, ദെൻ ഡിസംബർ 2022, ദെൻ ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023. സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. സോ മെയിൻ ആയിട്ടും ഈ ഒരു സബ്ജക്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. തീംസ് ആയിട്ടും അതിൻ്റെ ഉള്ളിൽ യൂണിറ്റ്സ് ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ പേപ്പർ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ തീംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഏതാണ്? ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. ദെൻ സെക്കൻഡ് തീം വരുന്നത് ഫുഡ് പ്രൊഡക്ഷൻ. ദെൻ തേർഡ് വരുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് അയൺ ഏജ്. സോ ആൻഡ് പിന്നെ ഏതാണ്? ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് ആൻഡ് ഏൻഷ്യന്റ് ഡിഗ്രീസ്. സോ ഈ തീംസിലെല്ലാം തന്നെ എങ്ങനെയാണ് ഈ തീംസിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടൈപ്പ് എസ്സേസ് ആണ്, അല്ലെങ്കിൽ ലോങ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് 400 വേർഡ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് വീതമുള്ള വലിയ എസ്സേസ് എഴുതാനായിട്ടാണ്. ദെൻ പിന്നെ നെക്സ്റ്റ് ഒരു പാറ്റേൺ കണ്ടിട്ടുള്ളത് എന്താണ്? ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 200 വേർഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെയും മാർക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ സിലബസിലെ ടോപ്പിക്കുകൾ കവർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ തീം 1 ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ്. സോ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പോർഷൻസ് പഠിക്കണം? പ്രീ ഹിസ്റ്ററി, വാട്ട് ഈസ് പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററി എന്നുള്ള പോർഷൻ പഠിക്കണം. അതേപോലെ തന്നെ സോഴ്സസ് വരുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് നമുക്കുള്ളത്, അല്ലെ? സോ ഈ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ എങ്ങനെയാണ് നമുക്ക് അവരുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഡേറ്റിംഗ് മെത്തേഡ്സ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. ദെൻ അതേപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ, എങ്ങനെയാണ് ഈ ഹോമോസാപ്പിയൻസ് ഒക്കെ ഇവല്യൂഷൻ ചെയ്ത് വന്നിട്ടുള്ളത്, ഇതിന്റെ ഫസ്റ്റ് ഫേസ് ഏതൊക്കെയാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ഏതൊക്കെയാണ്? ദെൻ ആന്ത്രോപോളജി, അല്ലെ, നരവംശാസ്ത്രം, എങ്ങനെയാണ് ഹ്യൂമൻസ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രാൻസിഷൻ ഫേസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ബയോളജിക്കൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്, എങ്ങനെയാണ് ഹ്യൂമൻസ് ഏൻഷ്യന്റ് ആ ഒരു പീരീഡിൽ നിന്ന് നമ്മുടെ ഒരു ആൻസിസ്റ്റേഴ്സിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് മുന്നിലെ മീൻസ് ഈ ഒരു രീതിയിലേക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നു. അതിൽ ഏതൊക്കെയാണ്? തിയറീസ് ഓഫ് ഇവല്യൂഷൻ, ഡാർവിനിസം, നമ്മൾ ചെറുതിലെ തൊട്ട് കേൾക്കുന്നതാണ് ഡാർവിന്റെ പരിണാമം പോലുള്ള
തിയറീസ്. ദെൻ അതേപോലെ തന്നെ ഹ്യൂമനൈസേഷൻ മീൻസ് ഈ ഒരു ജേർണിനെ, അതായത് ഏൻഷ്യന്റ് പീരീഡിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും, ലൈക്ക് 4 കാലിലൊക്കെ നടന്നിട്ട് നിന്നും സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നടക്കുന്ന ഇത് തൊട്ടിട്ട് അവന്റെ ഡയറ്റിൽ വരുന്ന മാറ്റങ്ങൾ വരെയുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് ഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത്, ഹ്യൂമിനേഷൻ എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാണ്, ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്, പാലിയോളിത്തിക് ആൻഡ് മെസോളിത്തിക് കൾച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സൈറ്റുകളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതേപോലെ തീം 2 വരുന്നത് എന്താണ്, ഫുഡ് പ്രൊഡക്ഷൻ ആണ്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഹ്യൂമൻ ലൈഫിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, മനുഷ്യൻ അതെങ്ങനെ, അഗ്രികൾച്ചറിന്റെ ഒറിജിൻ എങ്ങനെയാണ്, എങ്ങനെ ഡിസ്കവർ ചെയ്തു സ്വന്തമായിട്ട് പ്ലാന്റ്സ്, അതായത് ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവൻ പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് കൃഷി കണ്ടുപിടിച്ചു, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എങ്ങനെ വന്നു, എങ്ങനെ ചില മൃഗങ്ങളെ ഇണക്കി വളർത്താമെന്നും അത് ഇന്ന മൃഗങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി. ദെൻ അതേപോലെ തന്നെ എന്താണ്, ഡിഫറെന്റ് റീജിയൻസിൽ എങ്ങനെയായിരുന്നു അഗ്രികൾച്ചർ ഉയർന്നു വന്നിട്ടുള്ളത്, എക്സ്പെഷ്യലി വെസ്റ്റ് ഏഷ്യ, അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഏഷ്യ മേഖലകളിലൊക്കെ ഉള്ള ആ ഒരു അഗ്രികൾച്ചറിന്റെ ഇവല്യൂഷൻ നോക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ അഗ്രികൾച്ചർ ഉയർന്നു വന്നിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട്സ് എങ്ങനെയാണ്, സോഷ്യൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കൾച്ചർ ഉയർന്നു വന്നു, സോ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള തിയറീസും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് തീമില് അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണ്. സോ നമ്മൾ സ്റ്റോൺ ഏജസിൽ നിന്നും എങ്ങോട്ട് വന്നു, മനുഷ്യന്റെ ബ്രോൺസ്, അതായത് മെറ്റൽ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തി. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെയും അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ഡിഫറെന്റ് സൈറ്റുകൾ ഏതൊക്കെയാണ്, എക്സ്പെഷ്യലി ചൈനയെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്, ഈജിപ്ഷ്യൻ റിലീജിയൻ നോക്കണം, പിന്നെ ആർക്കിടെക്ചർ ആൻഡ് വിഷ്വൽ ആർട്സ് നോക്കണം, ദെൻ ഡിക്ലൈൻ ഓഫ് ഈജിപ്റ്റും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, മെറ്റലിനെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള, ബ്രോൺസ് എന്ന മെറ്റലിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അയൺ ഏജ് വരികയാണ് അല്ലെ. സോ അയൺ ഏജിൽ എങ്ങനെയാണ് മനുഷ്യൻ അയൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ദെൻ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഓരോ മേഖലകളിലും എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ ആദ്യം നമ്മൾ അതിന്റെ എമർജൻസി പഠിക്കുന്നു, ദെൻ അതിന്റെ സ്പ്രെഡ് എവിടേക്കാണെന്ന് നോക്കുന്നു. ദെൻ നോർത്ത് ഈസ്റ്റ് യൂറോപ്പിലുള്ള അയൺ ഏജിന്റെ ആ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിൽ നോക്കുന്നത് നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ ആണ്. സോ ഏതൊക്കെയാണ് മേജർ നൊമാഡിക് ഗ്രൂപ്പുകൾ എന്ന് നോക്കുന്നു. ദെൻ നൊമാഡിക് ആർട്ട് നോക്കുന്നു. ലാസ്റ്റ് തീം 5 നമ്മൾ നോക്കുന്നത് എന്താണ്, എംപയർ ഫോർമേഷൻ ആണ്. ഈ ഒരു നൊമാഡിക് അവസ്ഥയ്ക്ക് നിന്നിട്ട് സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നു, അതിനുശേഷം ഒരു ഭരണകൂടം എന്നുള്ള നിലയിലേക്ക് വരുന്നു അല്ലെ. സോ ഇവിടെ എന്താണ്, അസീറിയൻ ബാബിലോണിയൻ എംപയേഴ്സ് നോക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, സസാനിഡ് എംപയറിന്റെ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നു. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുന്നു. ദെൻ ഇതിന്റെ കീഴിൽ വരുന്ന, സസാനിഡ് എംപയറിന്റെ കീഴിൽ വരുന്ന റിലീജിയൻ എന്താണെന്ന് പഠിക്കും. പിന്നെ നമ്മൾ എന്താണ്, ഏൻഷ്യന്റ് ഗ്രീസിലോട്ട് പോവുകയാണ്. സോ ഇവിടെ നമ്മൾ എന്താണ്, ഡെമോക്രാറ്റിക് പൊളിറ്റി ഇൻ ഗ്രീസ് എങ്ങനെയാണെന്നും ഗ്രീക്ക് പൊളിറ്റി എങ്ങനെയാണെന്നും നോക്കുന്നു. പ്രത്യേകിച്ച് ഏതൻസ്, സ്പാർട്ട പോലെയുള്ള എക്സാമ്പിൾസ് വെച്ച് പഠിക്കുന്നു. പിന്നെ ഗ്രീക്കിലെ കൾച്ചറൽ ട്രഡീഷൻസ് നോക്കുന്നു. പിന്നെ ഗ്രീക്ക് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ എന്താണ്, വുമൺ ഇൻ ഗ്രീക്ക് സൊസൈറ്റി. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇത് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്, ട്രെൻഡ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നോക്കുന്നത്. സോ എമർജൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് അയൺ, ഗ്രീക്ക് പൊളിറ്റി, അല്ലെങ്കിൽ ഇമ്പാക്ട് ഇൻ അഗ്രികൾച്ചർ ഓൺ ഏർലി സൊസൈറ്റീസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്താണ്, ഫ്രീക്വന്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെയാണ് സിവിലൈസേഷൻസും, ലൈക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, കൾച്ചറൽ ആസ്പെക്ട്സ്, കോൺട്രിബ്യൂഷൻ ടു ഹ്യൂമൻ ഹിസ്റ്ററി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഷോർട്ട് നോട്ട്സ് ആയിട്ടും മെയിൻ ആയിട്ടും ലൈക്ക് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഡാർവിനിസം, ഹ്യൂൻസ്, ബ്രോൺസ് ഏജ് സൊസൈറ്റി, ഷാങ് ഡൈനാസ്റ്റി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് ആൻസർ ആയിട്ടും ഒരുപാട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പേപ്പറിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കവറേജ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ തീംസിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡിഫറെന്റ് തീംസിൽ നിന്ന്, എല്ലാ തീംസിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്, അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എക്സാംസിന്. സോ അതൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക,
ലൈക്ക് ഈ ഒരു ടോപ്പിക്സിന്റെ ഇതിനനുസരിച്ച് അതിന്റെ ഒരു ഇൻഡെപ്ത് അനുസരിച്ചിട്ട് നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ലൈക്ക് എങ്ങനെയാണ് ഓരോ ബ്ലോക്കിലും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡയഗ്രാമിൽ പറയുന്നത്. സോ ആ ഒരു ഡയഗ്രാം അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മെയിൻ ആയിട്ടും നോക്കുകയാണെങ്കിൽ ഓരോ എന്താ പറയാ നമ്മുടെ ബ്ലോക്കിൽ നിന്നും എക്സാമിനേഷന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കളറും എന്താണ്, ഓരോ ബ്ലോക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കൂ, യെല്ലോ കൊടുത്തിരിക്കുന്നത് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ കൊടുത്തിരിക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ആണ്. ദെൻ പിങ്ക് കൊടുത്തിരിക്കുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളർ വരുന്നത് എന്താണ്, റാണി പിങ്ക് പോലത്തെ ഒരു കളർ വരുന്നത് അയൺ ഏജ് ആണ്, ഈ ഡാർക്ക് പിങ്ക്. ദെൻ ഫോർമേഷൻ ഓഫ് എംപയർ. സോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും എങ്ങനെയാണ് ബ്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 2021 നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബാലൻസ്ഡ് പോലെയാണ് അല്ലെ. ലൈക്ക് കുറച്ചും കൂടിയും എന്താ പറയാ ബ്ലോക്ക് 1ഉം അതേപോലെ തന്നെ ബ്ലോക്ക് ലാസ്റ്റ് ബ്ലോക്കും എന്താണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഒരു നമ്മുടെ ഫസ്റ്റ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ഒരു 20 അബവ് വേണമെങ്കിൽ ഒരു 25 ആ ഒരു പെർസെന്റേജിലേക്ക് വരുമ്പോൾ ഏൻഷ്യന്റ് ഗ്രീസും അതേപോലെ തന്നെ ഏകദേശം ഒരു 20% അബവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സെയിം ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെ ഓരോ ഇതിലും നോക്കുമ്പോൾ നമുക്കൊരു വേരിയേഷൻ ഇതില് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ചില ബ്ലോക്കുകൾ ലൈക്ക് അയൺ ഏജ്, അതേപോലെ തന്നെ ബ്രോൺസ് സിവിലൈസേഷൻ, ഫുഡ് പ്രൊഡക്ഷൻ, ഇതൊക്കെ തന്നെ എന്താണ് ഇതിനൊന്നും വലിയ വ്യത്യാസമല്ല അല്ലെ. ലാസ്റ്റ് December 23 ആയപ്പോഴാണ് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു കീ ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഫ്രീക്വന്റ്ലി ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എവറി എക്സാമിനും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏൻഷ്യന്റ് ഗ്രീസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ നിന്നും നമുക്ക് എന്താണ് അത്യാവശ്യം സ്ട്രോങ് പ്രസൻസ് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മോഡറേറ്റ് ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും അയൺ ഏജും ആണ്. സോ അതിലുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ദെൻ അതേപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാലൻസ്ഡ് കവറേജ് തന്നെയാണ്. ഫസ്റ്റ് ബ്ലോക്കിനും അതേപോലെ ലാസ്റ്റ് ബ്ലോക്കിനും കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കുറച്ച് അധികം വർഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡും അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഗ്രീക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ബ്ലോക്ക് ആണ്. അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഒരു ഡയഗ്രാമിൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും ക്രൂഷ്യൽ ഏരിയാസ് അതിൽ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഈക്വൽ റെപ്രസെന്റേഷൻ ആയിരുന്നു ഓരോ വർഷങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലൊക്കെയാണ് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷെ എങ്കിലും അതെന്താണ് വലിയ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നല്ല, ലൈറ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ തന്നെയാണ് ഉള്ളൂ. ലാസ്റ്റ് വർഷങ്ങളിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അതിന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. സോ ഈ ഒരു ഹീറ്റ് മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ യൂണിറ്റും എങ്ങനെയാണ് എക്സാംസിന് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2021 അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. 2022 അത്രയ്ക്കധികം കണ്ടിട്ടില്ല. എന്നാൽ December 2022 എന്താണ് അത് അത്യാവശ്യം കവേർഡ് ആണ്. June 23 അത് അത്യാവശ്യം കവേർഡ് ആണ്. ദെൻ December 23 അധികം നമുക്ക് കണ്ടിട്ടില്ല. സോ അങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു മാപ്പിന്റെ ഈ ഒരു ഹീറ്റ് മാപ്പിന്റെ ഒരു അനാലിസിസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ സെൽ എന്ന് പറയുന്നത് എന്താണ്, ഓരോ സെല്ലും കാണിക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഓരോ യൂണിറ്റിൽ നിന്നും. സോ ഇതിൽ നമുക്ക് കീ ഫൈൻഡിങ്സ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഒരു ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുള്ളത് ഡെമോക്രാറ്റിക് പൊളിറ്റി ഇൻ ഗ്രീസ് ആണ്. സോ ഈ ഒരു യൂണിറ്റ് എന്താണ് എല്ലാവിധം എക്സാംസിനും വന്നിട്ടുള്ളതായിട്ടും അതിന് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഗ്രീക്കിന്റെ കൾച്ചറൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആയിട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുവിധം എല്ലാ എക്സാം സെഷൻസിനും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ
വന്നിട്ടുള്ളതായിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, കൺസിസ്റ്റന്റ്ലി എപ്പോഴും എല്ലാ എക്സാംസിനും കണ്ടിട്ടുള്ളതാണ്. ഇനി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? യൂസ് ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത് ഒരുവിധം എക്സാംസിന് വന്നിട്ടുണ്ട്. സോ എന്താണ് നമുക്കൊരു ഫോക്കസ്, ഒരു സ്റ്റഡി ആയിട്ടുള്ള ഫോക്കസ് അയൺ ഏജിൽ വേണം എന്നുള്ളതാണ്. പിന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഇതിന്റെ മെയിൻ ഫീച്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ യൂണിറ്റ്സും എന്താണ് ഫ്രീക്വന്റ്ലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചും കൂടി വാരിയബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ലൈറ്റ് ഫ്രീക്വൻസി നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീ ഹിസ്റ്ററി ആൻഡ് സോഴ്സസ് നമുക്ക് അത്ര എന്താ പറയാ, മീൻസ് ചില എക്സാംസിന് കണ്ടിട്ടില്ല എന്നല്ല, അങ്ങനെ ചില എക്സാംസിന് എന്താണ് ഇത് അപ്പിയർ ചെയ്തിട്ടില്ല. ദെൻ ചില എക്സാംസിൽ ബയോളജിക്കൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന പോർഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കൺസിസ്റ്റൻസ് ആയിട്ടും ഒന്നും എല്ലാ എക്സാംസിലും നമുക്ക് ഇത് ചോദിച്ചിട്ടില്ല. ദെൻ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നതും ചോദിച്ചത് കുറച്ച് ഗ്യാപ്പിലാണ്, ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി റെയർ ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ചോദിക്കില്ല എന്നല്ല, നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കുറച്ച് കുറവാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് എംപയേഴ്സ്, അസീറിയൻ ആൻഡ് ബാബിലോണിയൻ എന്ന് പറയുന്നതും എന്താണ് കുറച്ച് റീസെന്റ് എക്സാംസിൽ ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല ഫോർമേഷൻ ഓഫ് എംപയേഴ്സ് സാനിഡ് എന്ന് പറയുന്നതും എന്താണ് പക്ഷെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി റീസെന്റ് എക്സാംസിൽ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വേണ്ടി. ഇനി ലോ ഫ്രീക്വൻസി യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏർലി അഗ്രികൾച്ചർ ഇൻ ഡിഫറെന്റ് റീജിയൻസ്, അത് അത്രയ്ക്ക് അധികം ഒന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടില്ല. ഷാങ് സിവിലൈസേഷൻ ഇൻ ചൈന, അതും റെയർലി ഫീച്ചേർഡ് ആണ് എക്സാംസിന്, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഈസി ടോപ്പിക് ആണ്, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ആൻസർ ഒക്കെ നല്ല വൃത്തിക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. ദെൻ കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ, അതും വളരെ ലോ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള, പക്ഷെ ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എങ്ങനെയാണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സിന്റെ ഒരു വെയിറ്റേജ് അനാലിസിസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കാം. ഓരോ ടോപ്പിക്കും ഇവിടെ ഓരോ കളറായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യെല്ലോ കളറിൽ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി. ഈ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ഗ്രീക്ക് പൊളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിപ്പോ ഇതിൽ നിന്നും ഒരു ഓവർവ്യൂ, വിഷ്വലൈസേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ഓവർവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്ലി ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ്. ഗ്രീക്ക് പൊളിറ്റി ഒരുവിധം എല്ലാ എക്സാംസിനും കണ്ടിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ എൻറ്റയർ ഗ്രീക്ക് സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ കൾച്ചറൽ ട്രഡീഷൻ ആണെങ്കിലും ഗ്രീക്ക് റിലീജിയൻ ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് ഏതാണ്, അയൺ ഏജ് നിയർ ഈസ്റ്റേൺ യൂറോപ്പ്, എങ്ങനെയാണ് അയണിന്റെ യൂസേജ് വന്നിട്ടുള്ളത്, അയൺ എമർജ് ചെയ്ത് വന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ മോഡറേറ്റ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എങ്ങനെയാണ് വിത്ത് സൈറ്റ്സ് കേട്ടോ. സിവിലൈസേഷൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആണെങ്കിലും പാലിയോളിത്തിക് ആണെങ്കിലും നിയോളിത്തിക് ആണെങ്കിലും മെസോളിത്തിക് ആണെങ്കിലും എന്ത് ചെയ്യണം, അതിന്റെ സൈറ്റുകൾ കൂടി നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റണം. നമുക്ക് എല്ലാ സൈറ്റുകളും കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ 1 or 2 സൈറ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് എക്സാമ്പിൾ അല്ല സൈറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ആർക്കിയോളജിയുടെ ബ്രാഞ്ചസും ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ എന്ന് പറയുന്നത്. അത് ഒരു വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് ചോദിക്കാതിരിക്കാം എന്നുള്ള രീതിക്കുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ചിലതിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മെസോളിത്തിക് കൾച്ചർ, അതും ഇതുപോലെ വേരി ചെയ്തിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ്. ചില സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസിൽ ചില ഇയറിൽ ചോദിച്ചിട്ടില്ല. പിന്നെ മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ഏഷ്യ, അതും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പോലും 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ലോ ഫ്രീക്വൻസി നമുക്ക് നോക്കുകയാണെങ്കിൽ ഷാങ് സിവിലൈസേഷൻ ആണ്. ഷാങ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് റയർലി ഫീച്ചേർഡ് ആണ് എക്സാംസിൽ. അതേപോലെ തന്നെ ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ എന്നുള്ളതും ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറും എന്താണ് ലെസ് ഫ്രീക്വൻസി ആണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പിക്സ് റിലേറ്റഡ് ടു ഗ്രീക്ക് പൊളിറ്റി, ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ,
ഗ്രീക്ക് റിലീജിയൻ, അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ്. അതേപോലെ തന്നെ സ്റ്റഡി ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പിന്നെ എന്താണ് നമ്മള് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിരിക്കേണ്ട നെക്സ്റ്റ് ടോപ്പിക്സ് ആണ് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, പിന്നെ എന്താണ് ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെയർ ടോപ്പിക്സ് ആണ് ഷാങ് സിവിലൈസേഷൻ ആയിട്ടും ചോദിച്ചിട്ടുള്ളത്. സോ ഇത്രയും ടോപ്പിക്സുകൾ മസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാന്നുള്ളതാണ്. ദെൻ മാർക്ക് വൈസ് വെയിറ്റേജ് ഒരു എസ്റ്റിമേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ ഓരോ ഇതിലും ഇവിടെ ഈ ഒരു ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എത്ര പെർസെന്റേജ് ആണ്, ആവറേജ് മാർക്സ് എത്രയാണെന്നുള്ളതാണ്. ഗ്രീക്ക് ആൻഡ് കൾച്ചറൽ ട്രഡീഷന് വരുന്നത് 20%, അല്ലെങ്കിൽ 20 ആ ഒരു ലെവലിലോട്ട് വരുമ്പോൾ മറ്റുള്ളത് ഇപ്പോ സസാനിഡ് എംപയർ ഒക്കെ വരുന്നത് എന്താണ് ഒരു 15 ആ ഒരു ലെവലിലേക്കൊക്കെയാണ് വരുന്നത്. ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ ഒക്കെ മിക്കവാറും നമുക്ക് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. സോ ആ ഒരു ടോപ്പിക്കിനനുസരിച്ചും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതായിട്ട് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഈ ഒരു ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മെയിൻ ആയിട്ടും ഹൈ ആവറേജ് മാർക്കുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് പൊളിറ്റി, അതായത് 20 മാർക്കിന്റെ എസ്സേസിന് വരുന്നത് ഗ്രീക്ക് പൊളിറ്റി ചോദിക്കാം, ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻസ് ചോദിക്കാം, അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ് എന്നുള്ള ആ ഒരു ടോപ്പിക് ചോദിക്കാം. പിന്നെ എന്താണ് മീൻസ് ആവറേജ് ടോപ്പിക്സ് ഒരു മാർക്സിലെ ഒരു മോഡറേറ്റ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ മെസോലിത്തിക് കൾച്ചർ, ഈജിപ്ഷ്യൻ റിലീജിയൻ, ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ സോഷ്യൽ സ്ട്രക്ചർ, ഇതും എന്താണ് ഒരു മോഡറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ അസീറിയൻ എംപയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പിന്നെ ചെറിയ ഷോർട്ട് ആൻസർ പോലെ വരുന്നതാണ് ഷാങ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ, ട്രാൻസിഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നൊക്കെ ഉള്ളത്. ദെൻ നമ്മുടെ ഒരു വീണ്ടും ഒരു സെമ്മറൈസ് ചെയ്തിട്ട് ഇത് ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ലാസ്റ്റ്ലി ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഗ്രീക്ക് പൊളിറ്റി, ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ ആൻഡ് അയണേജ്. ദെൻ അതേപോലെ തന്നെ എന്താണ് സ്റ്റഡി ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഈ ടോപ്പിക്സിന്റെ കൂടെ തന്നെ നോക്കി പോവേണ്ട ടോപ്പിക്സ് ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പിന്നെ എന്താണ് ഈജിപ്ഷ്യൻ റിലീജിയൻ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ദെൻ ഇതിന് ഇനി നമ്മൾ വായിച്ചു വിടേണ്ട, അതായത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം, അങ്ങനെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, പിന്നെ ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അത്രയും ആ ഒരു ടോപ്പിക്സ് എന്നുള്ളത്. അതേപോലെ തന്നെ ഷാങ് സിവിലൈസേഷൻ പോലുള്ള ടോപ്പിക്സ് എന്താണ് മീൻസ് ചോദിക്കാം, അതായത് ചോദിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഇത്രയും സെഷൻസ് ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട്, മീൻസ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ എങ്ങനെയാണ് ഈ ഒരു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ സെഷൻസിലും ഏതൊക്കെ സെഷൻസിലാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഇപ്പൊ ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്ന് പറയുന്ന ടോപ്പിക് ഡിസംബർ 2021 22 ജൂൺ 2023 ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്നിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഡിസ്ക്രൈബ് സം കോമൺ സയന്റിഫിക് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് ഇവല്യൂഷൻ തിയറീസ് ചോദിച്ചിരിക്കുന്നത് ഡിസംബർ 2021 ഡിസംബർ 2023 ആണ്. സോ അവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്കസ് വേരിയസ് തിയറീസ് ഓഫ് ഇവല്യൂഷൻ എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ ഓരോ ടോപ്പിക്സിലും പോകുന്നത് ഇപ്പോ ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ എന്ന് പറയുന്നത് 3 സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2021 22 അതേപോലെ തന്നെ ഡിസംബർ 23. 3 ഡിസംബർ എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ്, അതിലൊരു നോട്ട് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാലിയോലിത്തിക് കൾച്ചറും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2022 ഡിസംബർ 2023. സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ബ്രീഫ് നോട്ട് ഓൺ പാലിയോലിത്തിക് കൾച്ചർ എന്നുള്ളത്. മെസോലിത്തിക് കൾച്ചർ ചോദിച്ചിട്ടുള്ളത് 2021 2022 ജൂൺ 2023 ഡിസംബർ 2023 ഉണ്ട്. ഡിസ്കസ് മെസോലിത്തിക് കൾച്ചർ ഇൻ ബ്രിട്ടൻ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ചോദിച്ചത് 2021 2022 ഡിസംബർ 2022 ജൂൺ 2023 ഡിസംബർ 2023. സോ ഇത്രയും ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചർ ആൻഡ് സോ ഓൺ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത്
ജൂൺ 2022ലും ജൂൺ 2023ലും ചോദിച്ചിട്ടുണ്ട്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും ഇതേപോലെ ഡിസംബർ 2021, ജൂൺ 2022, അതേപോലെ ഡിസംബർ 2022, ജൂൺ 2023ലും ഡിസംബർ 2023ലും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈജിപ്ഷ്യൻ റിലീജിയൻ ആണെങ്കിലും അതേപോലെ തന്നെ അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ് എന്നുള്ള ടോപ്പിക് ആണെങ്കിലും മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ആണെങ്കിലും ഈ പറയുന്ന എക്സാംസിലെല്ലാം തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് നേരത്തെ പറഞ്ഞ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഗ്രീക്ക് പൊളിറ്റി, ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ്. പിന്നെ മോഡറേറ്ററി ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ടത് മെസോളിത്തിക് കൾച്ചർ, ഈജിപ്ഷ്യൻ റിലീജിയൻ, മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ഏഷ്യ ആൻഡ് സസാനിഡ് എംപയർ. അതേപോലെ വേരിയബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, തിയറീസ് ഓഫ് ഇവല്യൂഷൻ, ഇവല്യൂഷൻ ഓഫ് ജീനസ് ഹോമോ ആൻഡ് ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഓൺ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് പറയുകയാണെങ്കിൽ, ഇത്രയും പാറ്റേൺസ് ഒബ്സർവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുറച്ച് സജഷൻസ് പറയുകയാണെങ്കിൽ, ഗ്രീക്ക് പൊളിറ്റി കൺസിസ്റ്റന്റ്ലി എല്ലാ എക്സാംസിലും വന്നിട്ടുള്ളതാണ്. ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. അതേപോലെ തന്നെ അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ്, ദെൻ ഈജിപ്ഷ്യൻ റിലീജിയൻ, സസാനിഡ് എംപയർ, മെസോളിത്തിക് കൾച്ചർ. സോ ഇത്രയും ടോപ്പിക്സ് എല്ലാം തന്നെ വരാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി നിങ്ങൾ എങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ നോക്കി കാണണം എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ടോപ്പിക്സിനെല്ലാം തന്നെ എന്താണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ലൈക്ക് ഗ്രീക്ക് പൊളിറ്റി എങ്ങനെ നമുക്ക് ഇപ്പൊ ഒരു 20 മാർക്കിന്റെ എസ്സേ നമ്മൾ അഡ്രസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ്ലി നമുക്ക് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഇൻ ക്ലാസിക് ഗ്രീസിൽ, അത് ഏതൻസ് സ്പാർട്ട ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതുക. അതേപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ഗ്രീക്ക് പൊളിറ്റിയുടെ ഒരു സ്ട്രക്ചറും മീനിങ്സും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ അത് എഴുതേണ്ടത്, അവിടുത്തെ റിലീജിയൻ, പബ്ലിക് ആയിട്ടുള്ള റിച്വൽസ്, ഗോഡ്സ്, ലിറ്ററേച്ചർ, സയൻസ്, മെഡിസിൻ, ഫിലോസഫി, ആർട്ട്, ആർക്കിടെക്ചർ, സ്പോർട്സ്, അത്ലറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് നോക്കുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ട് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് എഴുതുക, അറബനിസം എഴുതുക, അതേപോലെ തന്നെ റൈറ്റിംഗ് ആ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു, ലോങ് ഡിസ്റ്റൻസ് കോണ്ടാക്ട് എങ്ങനെയായിരുന്നു, ബ്രോൺസ് ഏജ് സൊസൈറ്റി എങ്ങനെയായിരുന്നു, പ്ലസ് സൈറ്റും കൂടി നമ്മൾ പഠിച്ചു വെക്കാം. ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് നമ്മൾ എഴുതുമ്പോൾ എന്നൊക്കെ വരണം, എങ്ങനെയാണ് ഈ ഒരു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് രൂപീകരണം കൊണ്ടത്, അതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. തിയറട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് എങ്ങനെയാണ് ഈ അഗ്രികൾച്ചറിന്റെ ട്രാൻസിഷനെ കണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കാം. ദെൻ അയണേജ് നിയർ ഈസ്റ്റ് ആൻഡ് യൂറോപ്പിൽ വരുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം എങ്ങനെയാണ് അയണിന്റെ എമർജൻസ്, അതേപോലെ തന്നെ ഒരു സ്പ്രെഡ്, ദെൻ ഇംപ്ലിക്കേഷൻ ഓഫ് അയൺ ഓരോ സൊസൈറ്റിയിലും എങ്ങനെയാണ് ഓരോ സൊസൈറ്റിയും അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ എഴുതുക. പിന്നെ ഈജിപ്ഷ്യൻ റിലീജിയൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും റിലീജിയനും അവിടുത്തെ ടെമ്പിൾ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുക. ദെൻ സസാനിഡ് എംപയർ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സസാനിഡ് എംപയറിന്റെ ഒരു ഗ്രോത്ത്, അതിന്റെ കൺസോൾട്ടേഷൻ വന്നിട്ടുള്ളത് എന്ന് എഴുതുക. അതേപോലെ തന്നെ അവിടെ നിലവിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടുത്തെ റിലീജിയൻ, കൾച്ചർ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എഴുതുക. ദെൻ മെസോളിത്തിക് കൾച്ചറിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എഴുതേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻവയറോൺമെന്റൽ ചേഞ്ചസും മൈക്രോലിത്തിക് ടൂൾസും വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ എന്താണ് ആ ഒരു സൊസൈറ്റിയുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നും കൂടി നമ്മൾ എഴുതുക. മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ഏഷ്യ വരുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കീ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നൊമാഡിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് എഴുതുക. പിന്നെ മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതുക, ഹുൻസ്, മംഗ്ലോയിഡ്സ്, സൈത്യൻസ്, ഇങ്ങനെയുള്ള ഇവരെ പറ്റിയിട്ടൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തു പോവുക. ദെൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് അഗ്രികൾച്ചറിന്റെ ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ എന്ന് നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും എന്താണ് എഴുതേണ്ടത്, സോഷ്യൽ സ്ട്രക്ചറിൽ അഗ്രികൾച്ചർ കാരണം വന്നിട്ടുള്ള ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാമങ്ങളുടെ കൾച്ചറുകള്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ആൻസർ ഷീറ്റിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ നമുക്കൊരു നമ്മൾ എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് കുറച്ച്
ഒരു ടിപ്സ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് പൊളിറ്റി, ഗ്രീക്ക് കൾച്ചറൽ ട്രഡീഷൻ, അയൺ ഏജ്, ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. ദെൻ ഇതിലെ ഓരോ കീ കോൺസെപ്റ്റുകളും എന്താണെന്ന് മനസ്സിലാക്കുക, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ എന്ത് ചെയ്യാം, നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് വീണ്ടും നമ്മളൊന്ന് മനസ്സിലാവുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് നമുക്ക് എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താണ്, സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സിനെയും, നമ്മുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം വളരെ വാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് പോയിട്ടുള്ളത്. സോ അതിനെ സമ്മറൈസ് ചെയ്തിട്ടും ഓരോ ടോപ്പിക്കിനെയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ നോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, സിലബസിനെയും നമ്മുടെ എക്സാം പാറ്റേണിനെയും അതേപോലെ തന്നെ ഇന്ന് തരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസിനെയും പറ്റി നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ എന്താണ്, നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വരും എന്നുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ ചാൻസസ് ടോപ്പിക്സ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളതും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് ഒക്കെ ഉള്ള കാരണം നമുക്ക് നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ BHIC 102 എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മൾ ഇനി ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത്. 100 മാർക്കിനാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. 3 hours ആണ് നമുക്കുള്ളത്. ദെൻ 5 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം, 400 വേർഡ്സിലുള്ളത്. ദെൻ മാത്രമല്ല ഓരോ സെഷനിൽ നിന്നും എന്ത് ചെയ്യണം, 2 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. 5 ക്വസ്റ്റ്യനും എന്താണ്, ഒരേ മാർക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സെഷൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഏതൊക്കെയാണ് സയന്റിഫിക് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കാർബൺ 14 എന്ന് പറയുന്നത് മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റിംഗ് മെത്തേഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ എന്തറിഞ്ഞിരിക്കണം, ഡേറ്റിംഗ് മെത്തേഡ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, കാർബൺ 14ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിൽ വന്നിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എന്തൊക്കെയാണ് ഡാർവിനിസം ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവല്യൂഷൻ, ഒരു സിന്തറ്റിക് ആയിട്ടുള്ള തിയറി ഓഫ് ഇവല്യൂഷൻ ഡാർവിനിസത്തിലൂടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ തിയറീസ് ഓഫ് ഇവല്യൂഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഡാർവിന്റെ ഒരു ട്രാൻസിഷൻ തിയറി നമ്മൾ ഇവിടെ കോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് മെസോളിത്തിക് കൾച്ചർ യൂറോപ്പിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നും അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് പ്രീഹിസ്റ്ററിയിൽ, ഹ്യൂമൻ പ്രീഹിസ്റ്ററിയിൽ ഉള്ളതെന്നും നമ്മൾ എഴുതണം. സോ നമ്മൾ പ്രീഹിസ്റ്ററി എന്താണെന്നും എഴുതണം, എങ്ങനെയാണ് മെസോളിത്തിക് കൾച്ചർ ഉയർന്നു വന്നിട്ടുള്ളതും അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ആൻസറിൽ വേണം. പിന്നെ നെക്സ്റ്റ് നമുക്ക് 200 വേർഡ്സിൽ എഴുതേണ്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇതിൽ പറയുന്ന ഷോർട്ട് ആൻസറും കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള, ഏറ്റവും എഴുതാൻ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള 2 ഷോർട്ട് ആൻസറും നമുക്ക് എഴുതാനായിട്ട് നോക്കുക. സെഷൻ 2 എന്താണ്, എങ്ങനെയായിരുന്നു ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് നോക്കുക. എങ്ങനെ അതിന്റെ അർബനിസം എന്ന് പറയുന്ന പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക്. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കോണ്ടാക്റ്റും. അപ്പൊ സോ എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് എഴുതുക, എങ്ങനെയാണോ എമേർജ് ചെയ്ത് വന്നതെന്ന് എഴുതുക. അതിന്റെ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രേഡും അർബനിസും കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ആൻസർ എഴുതാനായിട്ട്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, ഡെമോക്രാറ്റിക് പൊളിറ്റി ഇൻ ഗ്രീക്ക് എങ്ങനെയായിരുന്നു, ക്ലാസിക്കൽ ഗ്രീസിൽ എങ്ങനെയായിരുന്നു, ഏതൻസും സ്പാർട്ടയും എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് യൂറോപ്പിൽ എമർജൻസ് ഓഫ് അയൺ ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കുക. എങ്ങനെയാണ് അത് സൊസൈറ്റിനെയും എക്കോണമിനെയും ഇമ്പാക്ട് ചെയ്തത്, ഇനി അതിന്റെ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയായിരുന്നു സൊസൈറ്റിയിൽ എന്നുള്ളതും എഴുതുക. പിന്നെ നമ്മൾ ഷോർട്ട് ആൻസറിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഈജിപ്ഷ്യൻ റിലീജിയനോ, മേജർ നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ഏഷ്യ, അസീറിയൻ എംപയറോ, ഗ്രീക്ക് ലിറ്ററേച്ചറോ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ 2 എണ്ണം നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള 2 എണ്ണം നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. സോ അപ്പൊ ഇത്രയാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഒരുവിധം കവർ ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. സോ നമ്മൾ തരുന്ന ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിലെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന
ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇയറിലോട്ട് പോവാ കേട്ടോ. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.